ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു. നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. മോചനം വീണ്ടും ജനനവും നീചപാപിയന്മേൽ വസിപ്പാൻ നിന്നാത്മാവിൻ്റെ ദാനവും നീ തന്നു. സ്വർഗാനുഗ്രഹങ്ങളും നിൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെന്മേൽ ചൊരിഞ്ഞു. തിന്മകൾ സർവത്തിൽ നിന്നെന്നെ കൺമണി പോലെ കാക്കുന്നു നീ. നിൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നാശമില്ലാത്തവകാശവും യേശുവിൻ ഭാഗ്യസന്നിധിയും നീതിയിൻ വാടമൂടിയതും തന്മക്കൾക്കു സ്വർഗ്ഗേ ലഭിക്കും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ
കാതൽവാസം ഒരുക്കി നിൽക്കുന്നോർക്കരെ കാത്തഹോ വേഗം നാം ചേർന്നിടൂ ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. ഈ രാവിലെ സമയത്ത് തിരുസന്നിധിയിലെടുത്ത് വരുവാൻ വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ഭവനങ്ങളോട് ഒരുമിച്ച് കർത്താവെ നിന്റെ മുഖത്തേക്ക് നോക്കുവാൻ ആശ്വാസവും സമാധാനവും അങ്ങയിൽ നിന്ന് പ്രാർത്ഥിക്കപ്പെട്ടവരൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വേർപാട് ഞങ്ങൾക്ക് വേദന ഉളവാക്കുന്ന അനുഭവമാണ് എങ്കിലും അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന വലിയ പ്രത്യാശ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ പിന്നെയും അത് നിങ്ങൾ ചേർത്തുള്ളൂ എന്ന് കൽപ്പിച്ച കർത്താവെ, പ്രിയദാസൻ ആ നിത്യമായ ഭവനത്തിൽ എത്തിച്ചേർന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ വീണ്ടും വരവിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടി നിന്റെ മകനെ യാത്രയാക്കുവാൻ്റെ ഗുണം എല്ലാവരും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുമാത്രമല്ല കർത്താവെ, ഞങ്ങൾക്കും ഇതുപോലെ ഒരു അനുഭവമുണ്ട് എന്ന് ഓർക്കുവാൻ, കർത്താവെ, ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാൻ്റെ ഗുണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങൾ ഉപദേശിക്കണമേ സംഗീതക്കാരോട് ചേർന്ന് കർത്താവെ, ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളിലും കർത്താവെ ആ നിത്യരാജ്യത്തിന് വേണ്ടി ഒരുക്കമുള്ളവരായി ജീവിപ്പാൻ്റെ ഗുണം ഇടയാക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ട ഉള്ളങ്ങളെയൊക്കെ തണുപ്പിക്കണം. സകല ബുദ്ധിയും കവിഞ്ഞ ദൈവത്തിൻ്റെ സമാധാനം കൊണ്ട് എല്ലാവരും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥ നിങ്ങൾക്ക് അനുഗ്രഹമാക്കി തരണമേ. ഒരുപാടുള്ളവരെയൊക്കെ തക്ക സമയത്ത് കൂട്ടി വരുത്തണം. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. കൃപയിൽ അനുദിനം ഞങ്ങളെ പൊതിഞ്ഞാട്ട് മനവും മഹത്വവും അങ്ങെടുക്കണം. യേശു മശിഹായുടെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ഇവിടെ കേൾക്കണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ഏകദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെ പേരും ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും എന്നും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. കൂട്ടാളിയായി തീരും
സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഉയർപ്പിൻ ജീവനാ നിത്യജീവൻ നൽകും. ഉയർപ്പിൻ ജീവനാ നിത്യജീവൻ നൽകും. കർത്താവിനോടു കൂടെയൻ നിത്യവാസമാമേ. കർത്താവിനോടു കൂടെയൻ നിത്യവാസമാമേ. പാർപ്പിടം മനോഹരഹർമ്മ്യം. എൻ പ്രിയൻ പാർപ്പിടം മനോഹരഹർമ്മ്യം. മുത്തുകളാൽ നിർമ്മിതമാം 12 ഗോപുരം. മുത്തുകളാൽ നിർമ്മിതമാം 12 ഗോപുരം. ഹല്ലേലൂയ പാടും. എന്നല്ല തീർന്നു ഞാൻ ഹല്ലേലൂയ പാടും. മന്നവനാമേശുവിനോടു കൂടെ വാണിടും. മന്നവനാമേശുവിനോടു കൂടെ വാണിടും.
പ്രത്യാശയായിരിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ രാവിലെ സമയത്ത് ഞങ്ങൾക്ക് വീണ്ടും നിന്റെ മുഖത്തേക്ക് നോക്കുവാൻ പ്രത്യാശയുള്ളവരായി ഈ ലോകത്തിൽ ജീവിപ്പാൻ ബലപ്പെടുത്തണമേ എന്ന് നിന്നോട് പ്രാർത്ഥിക്കുന്നു. ജീവന്മേലും മരണത്തിന്മേലും അധികാരമുള്ള നല്ല ദൈവം നീ സ്തോത്രം. തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും എന്ന് അരുളി ചെയ്ത നല്ല ദൈവമേ, അങ്ങയെ ആശ്രയിച്ച് അങ്ങയിൽ വിശ്വസിച്ച് ഞങ്ങളുടെ ജീവിതകാലങ്ങൾ ഞങ്ങളെല്ലാം ഇടയാക്കണമേ. ഈ പ്രിയദാസന്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് വീണ്ടും നിന്നെ സ്തുതിക്കുന്നു. സഭയിൽ സമൂഹത്തിൽ പ്രയോജനകരമായ രീതിയിൽ പ്രവർത്തിപ്പാൻ ഇടയാക്കി അനേകം കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുവാൻ നീ സഹായിച്ചു. കുടുംബത്തെ നല്ലൊരു പിതാവായി, നല്ലൊരു ഭർത്താവായി, നല്ലൊരു സഹോദരനായി, നല്ലൊരു അപ്പച്ചനായി ജീവിപ്പാൻ നീ ഇടയാക്കിയല്ലോ. അങ്ങയുടെ സമയമായപ്പോൾ അങ്ങയെ വിളിച്ചു വേർതിരിച്ചു നിത്യരാജ്യത്തിന്റെ അവകാശിയാക്കി എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവേ, പ്രിയപ്പെട്ടവരുടെ വേർപാട് പ്രിയ മക്കൾക്കൊക്കെ വേദന ഉളവാക്കുന്ന അനുഭവമാണ്. പ്രിയപ്പെട്ടവർ ഞങ്ങൾ മാറ്റപ്പെട്ടത് കർത്താവെ പ്രയാസകരമായ ജീവിതാനുഭവമാണ്. എങ്കിലും കർത്താവ് വന്നിരിക്കുന്ന പ്രത്യാശയ്ക്കായി, കർത്താവെ നിന്റെ മുഖത്തേക്ക് നോക്കി പ്രത്യാശയുള്ളവരായി പ്രിയദാസനെ യാത്രയാക്കുവാൻ എല്ലാവരെയും ഇടയാക്കണമെന്ന് നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിന്റെ കൃപ അനുഭവിക്കാൻ ഞങ്ങളോട് ഇടയാക്കണമേ. കാലാവസ്ഥ എത്രത്തോളം നിങ്ങൾ ശാന്തമാക്കി തുറന്നതിനായി സ്തോത്രം. ഈ ശുശ്രൂഷ നിന്റെ എല്ലാ കൃപകളും ഞങ്ങളുടെ മേൽ ചൊരിയണമേ. വരുവാനുള്ളവരൊക്കെ തക്ക സമയത്ത് കൂടി വരുത്തി നിന്റെ മകനെ വിശ്വാസത്തോടെ യാത്രയാക്കുവാൻ ഇടയാക്കണം. അടികളെല്ലാം താഴ്ത്തി സമർപ്പിക്കുന്നു. മാനവും മഹത്വവും പങ്കെടുക്കണം. യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നു. ദൈവം കേൾക്കണമേ. നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു, കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു. ഈ ലോകത്തിൽ വന്നിച്ചു എന്റെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു നിന്നാത്മാവിന്റെ ദാനവും നീ തന്നു സ്വർഗ്ഗാനുഗ്രഹങ്ങളും നിന്നാവാ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു. ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ സ്നേഹമേറിടുമൻ രക്ഷകൻ സന്നിധം ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ. ആമോദത്താൽ തിങ്ങി ആശ്ചര്യമോടവർ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു. തങ്കത്തിരു മുഖം കാണാൻ കൊതിച്ചവർ ഉല്ലാസമോടിത നോക്കിയിടുന്നു.
ശക്തിയാലേ. കിരീടങ്ങൾ തങ്ങൾ ശിരസിന്മേൽ വെണ്ണീലയങ്കി ധരിച്ചോരിവർ കയ്യിൽ കുരുത്തോല ഏന്തിട്ടവർ സ്തുതി പാടിയിട്ടാനന്ദമോടാർത്തിടുന്നു. ചേർന്നിടുമീ വേഗം ഞാനും ആ കൂട്ടത്തിൽ ശുദ്ധരോടൊന്നിച്ചങ്ങാനന്ദിപ്പാൻ. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എൻ്റെ നാഥൻ്റെ സന്നിധം ചേർന്നാൽ മതി. കർത്താവേ, വിശ്വാസപ്പോരിൽ തോൽക്കാതെന്നെ അവസാനത്തോളം നീ നിർത്തേണമേ. ആകാശമേഘത്തിൽ കാഹളനാദത്തിൽ അടിയനും നിൻ മുന്നിൽ കാണേണമേ. ആശ്വാസമേ എനിക്കേറെ ശാന്ത തുറമുഖമടുത്തു, എൻ്റെ കാന്തനോടേറ്റമടുത്തു. ശാന്ത തുറമുഖമടുത്തു, എൻ്റെ കാന്തനോടേറ്റമടുത്തു. അധികമില്ല അധികമില്ല യാത്ര അധികമില്ല. ശാന്ത തുറമുഖമടുത്തു, എൻ്റെ കാന്തനോടേറ്റമടുത്തു. കൊടുങ്കാറ്റും തിരമാലയും പടകിലേറി അടിച്ചിടുമ്പോൾ, കൊടുങ്കാറ്റും തിരമാലയും പടകിലേറി അടിച്ചിടുമ്പോൾ, ക്രൂശിൽ നോക്കി യാത്ര ചെയ്യും ശാശ്വത വീട്ടിലെത്തുവോളം. ക്രൂശിൽ നോക്കി യാത്ര ചെയ്യും ശാശ്വത വീട്ടിലെത്തുവോളം. ശാന്ത തുറമുഖം അടുത്തു,
കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകസുഖമെന്തു തരും ആത്മക്ലേശമതിൻ ഫലം. ലോകസുഖമെന്തു തരും ആത്മക്ലേശമതിൻ ഫലം. സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു. 46 ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയും. നമ്മൾ വായിച്ച് please read. One who can read because I don't have a class to read. ഒരു നദിയുണ്ട്. Yes. അതിലെ തോടുകൾ ദൈവനഗരത്തെ അതിന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. Yes. ദൈവം അതിന്റെ മധ്യമുണ്ട്. അത് ഒഴുകി പോവുകയില്ല. Yeah. ദൈവം അധികാരത്ത് തന്നെ അതിനെ സഹായിക്കുന്നു. Yes. ജാതികൾ ബുദ്ധിച്ചു അതൊന്നും വായിച്ച് ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കുന്നു. പിന്നെ ജാതികൾ ബുദ്ധിച്ചു, രാജ്യങ്ങൾ കുലുങ്ങി. Yes. അവൻ തന്റെ ശബ്ദം കേൾപ്പിച്ചു, ഭൂമി കുലുങ്ങിപ്പോയി. Yes. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബ് ദൈവം നമ്മുടെ ദുർഗ്ഗമാകുന്നു. Yes. വരുവീൻ യഹോവയുടെ പ്രവൃത്തികളെ വായിച്ച് please നോക്ക്. അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു. അവൻ ഭൂമിയുടെ അറ്റം വരെ യുദ്ധങ്ങളെ മുക്തം ചെയ്യുന്നു. Yes. അവൻ വില്ലൊടിച്ച് മുണ്ടം മുറിച്ച് രംഗങ്ങളെ തീരുമ്പി ചുട്ടുപറയുന്നു. Yes. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുകയും മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അടുത്ത വാക്യം. ഞാൻ ജാതികളുടെ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. Yes. യാക്കോബിന്റെ ദൈവം അവിടെ അതൊന്നുകൂടെ വായിച്ചാണ് ലാസ്റ്റ് സൈന്യങ്ങളുടെ സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ കൂടെ. ഇനിയും ദയവായിട്ട് ഇവർക്ക് വേണ്ടി വേദഭാഗം ഞാൻ വായിക്കണം. പ്രസംഗം വന്നല്ല. യെശയ്യാ പ്രവചനം 41 അധ്യായം 10 വാക്യം വായിച്ചാണ്. യെശയ്യാ പ്രവചനം 41:10 വായിച്ചു. ഞാൻ നിന്നോട് കൂടെയുണ്ട്. പറഞ്ഞേ. ഞാൻ നിന്നോട് അതിന് മുമ്പൊരു വാക്കുണ്ട്. അതിന് മുമ്പുണ്ട് ഭയപ്പെടേണ്ട. അങ്ങനെ ഭയപ്പെടേണ്ട അല്ലേ? പറ. നീ ഭയപ്പെടേണ്ട. നീ ഭയപ്പെടേണ്ട. ഇത് രാജമ്മയ്ക്കും ജോമോനും ബിജുവിനും റീബായിക്കും മറ്റമ്മയുടെ പേരിന് ബിന്ദുവിനുള്ള വാക്കാണ് കേട്ടത്. നീ ഭയപ്പെടേണ്ട. fear ye not. ഭയപ്പെടേണ്ട. അടുത്ത വായിച്ചു. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. പിന്നെ ശ്രമിച്ചു നോക്കേണ്ട. dismay not. ഭ്രമിച്ച് നമുക്ക് ഭ്രമിച്ച് നോക്കേണ്ട. അടുത്ത വായില് ഞാൻ നിന്റെ ദൈവമാകുന്നു. I am thy God. ഞാൻ നിന്റെ ദൈവം. അടുത്ത വായിച്ചു. ഞാൻ നിന്നെ ശക്തീകരിക്കും. രാജമ്മേ, I will strengthen you. My Lord has told, according to the word of God, he says that നമ്മളെ ലൂസ് ചെയ്യുന്നതല്ല, പിന്നെയോ ബലപ്പെടുന്നതായിരുന്നു. എന്താ വായിച്ചേ? ഞാൻ നിന്നെ ശക്തീകരിക്കും. ഞാൻ നിന്നെ സഹായിക്കും. സഹായിക്കുവാനായിട്ട്. യെസ്. അടുത്തത് എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താവും. അത്രേ ഉള്ളൂ. എന്നെ പിടിച്ചേ മതി. ഇത് കേട്ടാട്ടെ. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പാടുക. ഏതായാലും ഒരു പാട്ട്. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും
മറക്കുമോ? കൂടി പറഞ്ഞതാണ്, ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? ആരും മറന്നാലും മറക്കാത്തവേ, ആരും മറന്നാലും മറക്കാത്തവേ, അന്ത്യത്തോളം കൂടെയുള്ളവേ, ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? കാക്കയാൽ ആഹാരം നൽകിയവേ, കാടപ്പക്ഷികളാൽ പോറ്റിയവേ, കാണുന്നവേനെല്ലാം അറിയുന്നവേ, കൺമണി പോലെന്നെ കാക്കുന്നവൻ, കാണുന്നവേനെല്ലാം അറിയുന്നവേ, കൺമണി പോലെന്നെ കാക്കുന്നവൻ, ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? മോളെ, യെശയ്യാ പ്രവചനം. ലോകമാം ഗംഭീരവാരിധിയിൽ വിശ്വാസക്കപ്പലിലോടിയിട്ട് നിത്യവീടൊന്നുണ്ടവിടെയെത്തി കർത്തനോടു കൂടെ വിശ്രമിപ്പാൻ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി. യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യാശ്വാസം വരെയും. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവ് സമീപമായി, മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്ക നിന്നാത്മാവിനായി. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യാശ്വാസം വരെയും. പൂർവപിതാക്കളാം അപ്പോസ്തലർ ദൂരവേ ദർശിച്ചി ഭാഗ്യദേശം, ആകയാൽ ഛേദമെന്നെണ്ണി ലാഭം, അന്യരെന്നെണ്ണി ലോകമതിൽ. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയും. ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലും, കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചെന്നാലും,
ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി. അന്ത്യാശ്വാസം വരെയും ജീവനേശുവിലർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിടും ഞാൻ. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി. തിരുവല്ല താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS മുരളീധരൻ നായർ, വൈസ് പ്രസിഡന്റ് T മത്തായി മാത്യൂസ്, സെക്രട്ടറി TG പുരുഷോത്തമൻ നായർ, ദേശീയ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അഡ്വക്കേറ്റ് രാജേഷ് ചാത്തങ്കരി എന്നിവരിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ലൈബ്രറി കൗൺസിൽ വേണ്ടി അഡ്വക്കേറ്റ് PS മുരളീധരൻ നായർ ഇപ്പോൾ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. കാരണം അദ്ദേഹം പാലാമൺ ലൈബ്രറിയുടെ പ്രവർത്തകനും പ്രസിഡന്റുമൊക്കെ ആയിരുന്ന കാലം മുതൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് എന്ന രീതിയിലാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. പക്ഷെ അന്ന് മുതൽ ഈ അടുത്ത ദിവസങ്ങൾ വരെ അദ്ദേഹമായിട്ട് സ്ഥിരമായ ബന്ധം പുലർത്തിക്കൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ, രാജേഷ്, സെക്രട്ടറി പുരുഷോത്തമൻ, മൊത്തം ഞങ്ങളെല്ലാം തന്നെ ഒരു വലിയ പ്രായഭേദമൻ്റെ ഒരു വലിയ സൗഹൃദം കാത്തുസൂക്ഷിച്ച വ്യക്തിയാണ്. മരണം അനിവാര്യമാണ്, നമ്മളെല്ലാം ഒരു ദിവസം മരിച്ചേ പറ്റും. ജനനത്തോടൊപ്പം മരണമുണ്ട്. എങ്കിലും നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ ഒരിക്കൽ പോലും ഇറിപ്പേറബിൾ ലോസ് എന്നാണ് ഇംഗ്ലീഷ് പറയുന്നത്. ഒരിക്കൽ പോലും നമുക്ക് തിരിച്ചു കിട്ടാത്തൊരു വേർപാടാണ്. നമുക്ക് എല്ലാ വേർപാടും വേദനാജനമാണെങ്കിലും ഇങ്ങനെയുള്ള വേർപാട് ഒരുപാട് ബന്ധപ്പെട്ട ആളുകൾ താങ്ങാൻ കഴിവുള്ളതല്ല. ഞാൻ കൂടുതലൊന്നും ഈ അവസരത്തിൽ പറയുന്നില്ല. ദുഃഖിതരായ കുടുംബാംഗങ്ങളോടുള്ള അനുശോചനം രേഖപ്പെടുത്തി അവർക്ക് അദ്ദേഹത്തിൻ്റെ വേർപാട് താങ്ങാനുള്ള കരുത്ത് ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് പരേതാത്മാവിൻ്റെ ആത്മാവിന് നിത്യശാന്തി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ മൂട്ടിയിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിയിടുന്നു. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തുസുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽ പിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽ പിന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. ആരും സഹായമില്ലെല്ലാവരും ആരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ.
വിധവയ്ക്കു കാന്തനും സാധുവിനപ്പവും എല്ലാവർക്കുമെല്ലാമൻ കർത്താവത്രേ. വിധവയ്ക്കു കാന്തനും സാധുവിനപ്പവും എല്ലാവർക്കുമെല്ലാമൻ കർത്താവത്രേ. അറിയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ. കാട്ടിലെ മൃഗങ്ങളാട്ടിലെ മത്സ്യങ്ങളെല്ലാം സർവേശ്വരനെ നോക്കിയിടുന്നു. കാട്ടിലെ മൃഗങ്ങളാട്ടിലെ മത്സ്യങ്ങളെല്ലാം സർവേശ്വരനെ നോക്കിയിടുന്നു. കോടാകോടി ഗോളമെല്ലാം പടച്ചവനെല്ലാറ്റിനും വേണ്ടതെല്ലാം നൽകി. സൃഷ്ടികൾക്കൊക്കെയുമാനന്ദ കാരണം ദുഷ്ടന്മാർക്കേറ്റവും ഭീതികരൻ. സൃഷ്ടികൾക്കൊക്കെയുമാനന്ദ കാരണം ദുഷ്ടന്മാർക്കേറ്റവും ഭീതികരൻ. കല്യാണശാലയിൽ എന്നെ വിളിച്ചെന്റെ സന്താപമൊക്കെയും തീർത്തിടുന്നാൾ. ശീഘ്രം വരും നിന്റെ കാന്തൻ വരും എന്നിലുല്ലാസമായി ബഹുകാലം വാഴാം. ശീഘ്രം വരും എന്റെ കാന്തൻ വരും എന്നിലുല്ലാസമായി ബഹുകാലം വാഴാം. ലോകം വെടിഞ്ഞെന്റെ സ്വർഗീയ നാടിനെ കാണാൻ കൊതിച്ചു ഞാൻ പാത്തിടുന്നു. അന്യൻ പരദേശി എന്നെന്റെ മേലെഴുത്തെന്നാൽ സർവസ്വവും എന്റേതത്രേ. അന്യൻ പരദേശി എന്നെന്റെ മേലെഴുത്തെന്നാൽ സർവസ്വവും എന്റേതത്രേ. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നിലും വിശ്വസിക്കുകയും എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു എന്ന് അരുളി ചെയ്ത ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവേ, തിരുസന്നിധിയിൽ ഞങ്ങൾക്ക് അടുത്ത് വന്ന് നിന്റെ മുഖത്തേക്ക് നോക്കി നന്ദി കരയേറ്റുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ നിൽക്കുന്നതായ വലിയ ഭാഗ്യത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ ജനനം മുതൽ ജീവിതത്തിന്റെ എല്ലാ നാളുകളിലും നീ ഞങ്ങൾക്ക് വിശ്വസനായി കൂടെയിരിക്കുന്ന ദൈവമാകിയ നന്ദിയോട് സ്തോത്രം. കർത്താവെ, ഈ ഭൂമുഖത്ത് ജീവിപ്പാൻ, പ്രവർത്തിപ്പാൻ, അതിന്റെ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ പ്രാപിപ്പാൻ തക്കവണ്ണം നീ അവിടുന്ന് അവസരങ്ങളെ തരുന്നതിനായിട്ട് നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, നീ തന്നിരിക്കുന്നതായ ആയുസ് നിന്റെ ആഗ്രഹപ്രകാരം തിരികെ നീ വാങ്ങുമ്പോൾ
കർത്താവെ മടി കൂടാതെ നൽകുവാൻ തക്കവണ്ണം ഞങ്ങളെ എല്ലാവരെയും നീ അവിടെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ ധന്യമായ പ്രിയ പിതാവിന്റെ ജീവിതത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ഈ ഭൂമുഖത്ത് ജീവിപ്പാൻ പ്രവർത്തിപ്പാൻ ഈ സമൂഹവുമായിട്ട് ഞങ്ങളുടെ ദേശവുമായി ഞങ്ങളുടെ സഭയായി കർത്താവെ പ്രിയ മകളിലൂടെ ലഭിച്ചതായ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായിട്ട് നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ ഈ ഭവനത്തിൽ വളർന്ന് ജീവിച്ച് തലമുറകളെ കാണുവാൻ അതിന്റെ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കാൻ തക്കോണം പ്രിയപ്പെട്ട ദാസനെ കഴിഞ്ഞ നാളുകളിൽ നീ അവസരങ്ങളെ നൽകിയിരുന്നു. കർത്താവെ നിന്റെ ഹൃദയപ്രകാരം നീ പ്രിയ മകനെ നിന്റെ സന്നിധിയിലേക്ക് വിളിച്ചടിപ്പിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രിയ പിതാവിന്റെ വേർപാട് ദുഃഖിക്കുന്നതായ ഭവനാംഗങ്ങളെ നീ സ്വർഗീയമായ സമാധാനത്താൽ അവിടെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ടീച്ചറിനെ ഓർക്കുന്ന കർത്താവെ നിന്റെ മകളെ നീ അവിടുന്ന് ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണമേ. ലോകപ്രകാരം തന്റെ കൂട്ടാളി ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുത്തുമെങ്കിൽ തന്നെയും ദൈവത്തിന്റെ മഹത്വമേറിയ സന്നിധിയിലുണ്ട് എന്നുള്ള പ്രത്യാശയെ ജീവിപ്പാൻ തുറന്നും ഭാവിയെ കാണുവാൻ തക്കവണ്ണമുള്ള കൃപ നിന്റെ മകൾക്ക് അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെ ഇരുവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിനെയും ഹൃദയത്തിൽ നിന്ന് അതിവേദനയൊക്കെ നീക്കി ആ ഒരു ചിന്തയില്ലാത്ത സമാധാനത്താൽ നിന്റെ മക്കളെ അവിടെ നിറയ്ക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ ഇതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അവസ്ഥയും ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ മരണകരമായ അനുഭവം ഞങ്ങൾ നേരിടേണ്ടവരാണ്. എന്നാൽ ആ മരണത്തിനപ്പുറമായ നിത്യമായ ജീവിതത്തിന് വേണ്ടി ഞങ്ങൾക്ക് തന്നിരിക്കുന്നതായ ഈ ചുരുങ്ങിയ ആയുസ്സിൽ ഒരുങ്ങുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരെയും അവിടെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തെ ശോധന ചെയ്യുവാൻ ഞങ്ങളുടെ കുറവുകളെ മനസ്സിലാക്കുവാൻ തക്കണം ഈ നാളുകളിൽ ഞങ്ങളെ കൂടുതലായി സജ്ജരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതികാലം നടക്കേണ്ടുന്നതായ വിവിധ ശുശ്രൂഷകളെ തിരുസന്നിധി സമർപ്പിക്കുന്ന കർത്താവെ ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷയിലും തുടർന്ന് പള്ളിയിൽ വെച്ച് നടക്കുന്ന ശുശ്രൂഷകളിലൊക്കെ നിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ അവിടെ നിലയാക്കണം. കാലാവസ്ഥയൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും അനുകൂലമാക്കി അവിടെ തീർക്കണം. ഈ ശുശ്രൂഷയിലൊക്കെ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്തും അവരുടെ യാത്രയിലൊക്കെ നീ അവിടെ കൂടെ ഇരിക്കണം. ഞങ്ങളെല്ലാവരെയും ഒരുപോലെ അവിടെ അനുഗ്രഹിക്കണം. ഈ ഭവനത്തെ നിന്റെ സ്വർഗീയമായ സമാധാനത്താൽ ആശ്വസിപ്പിക്കുകയും സമാധാനപ്പെടുത്തുകയും ചെയ്യണം. മാനവമഹത്വം പങ്കെടുക്കണം. എല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. കൈകൊണ്ടു തീർക്കാത്ത വീടുകൾ മേടകൾ ഒക്കെയും വാഗ്ദത്ത നാട്ടിലുണ്ട്. കൈകൊണ്ടു തീർക്കാത്ത വീടുകൾ മേടകൾ ഒക്കെയും വാഗ്ദത്ത നാട്ടിലുണ്ട്. ചെങ്കടൽ തീരത്ത് മോശയിൻ കണ്ണുനീർ കണ്ടവനെന്നോടു കൂടെയുണ്ട്. ചെങ്കടൽ തീരത്ത് മോശയിൻ കണ്ണുനീർ കണ്ടവനെന്നോടു കൂടെയുണ്ട്.
രക്ഷിച്ചവൻ എന്നാളും എന്നോടു കൂടെയുണ്ട്. എന്നെ വിളിച്ചവൻ എന്നെ രക്ഷിച്ചവൻ എന്നാളും എന്നോടു കൂടെയുണ്ട്. ഒരു നാളും എന്നെയുപേക്ഷിക്കയില്ലെന്നു പരമാർത്ഥമായവൻ ചൊല്ലിയിട്ടുണ്ട്. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്നു പരമാർത്ഥമായവൻ ചൊല്ലിയിട്ടുണ്ട്. ആകാശം ഭൂമിയും ആകെയൊഴിഞ്ഞാലും ആയവൻ വാക്കിനു ഭേദമില്ല. ആകാശം ഭൂമിയും ആകെയൊഴിഞ്ഞാലും ആയവൻ വാക്കിനു ഭേദമില്ല. ശോഭയേറുമോർ നാടുണ്ടത് കാണാനേ ദൂരെ വിശ്വാസത്താ താതൻ വാസം നാമോർക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം ഖേദം രോദനമങ്ങില്ലയോ നിത്യം സൗഭാഗ്യമാത്മാക്കൾക്ക് വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. സ്നേഹമാം സ്വർഗദാതരുടെ സ്നേഹദാനത്തിനും വാഴ്ത്തുക വീഴ്ചയെ തരും നന്മയ്ക്ക് കാഴ്ചയായി നാം സ്തോത്രം പാടും.
വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് ശോഭയേറും നാടുള്ളത് കാണമേ ദൂരെ വിശ്വാസത്താ താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. നടപടികളിലൊക്കെ പോവുകയും ശുശ്രൂഷകളിലെല്ലാം സംബന്ധിക്കുകയും ചെയ്യുന്ന പതിവായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇപ്പോൾ ശാരീരികമായുള്ള ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് ദീർഘസമയം വയ്ക്കാനും ശുശ്രൂഷയിൽ അത്യവസാനം കൊള്ളാനും കഴിയാത്തത് സ്ഥിതിയായതുകൊണ്ട് പ്രാർത്ഥിച്ചു ഇതിലേ ഉള്ളൂ. ശനിയാഴ്ച ശരീരമാണെന്ന വളരെ ഒരു സംഭവങ്ങൾക്ക് ശരീരമായിട്ടുള്ള ഈ ആയുസ് ജീവിക്കുന്നതാകുന്ന ദൈവത്തിൻ്റെ ദർശനത്തോടുള്ള ദൈവത്തിൻ്റെ സൗഭാഗ്യത്തെ പാലിക്കാവുന്ന ആഗ്രഹത്തോടും നിയന്ത്രണത്തോടും ജീവിതം തുടരേണ്ടത് ആവശ്യമാണ്. ഏത് പ്രായത്തിൽ നയിക്കുന്ന ആർക്കും പറയാൻ പ്രായത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ആക്സിഡൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മരണമായ രോഗമായിരിക്കാം. എന്താണ് ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ നിയമമാണ്. ദൈവത്തിൻ്റെ കീഴ്പ്പെടുകയും ഓർമ്മ പറഞ്ഞുകൊണ്ട് യാത്ര പറയുകയാണ്. ആരോഗ്യത്തോടിരിക്കുന്ന നാം എല്ലാവരും വഴിയായി കടന്നുപോകുന്നവരാണ്. കുടുംബമായി ജീവിക്കുന്നു പറയാൻ കഴിയുകയില്ല. ഇന്ന് ജീവനോടിരിക്കുന്ന നാളെ ഇങ്ങനെയുണ്ട്. ഇന്ന് നാം എവിടെയാകും, നാളെ എവിടെയായിരിക്കും, വീടുകളിൽ സംസാരിക്കുന്നവരാണ്. നാളെ സൗഖ്യമുള്ളതും ഭാവിയുള്ളവരായിരിക്കും ദിവസങ്ങളോളം ഓർക്കുന്ന വാക്കുകളാണ്. അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് നാം നാളെ മൃതരാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാനുള്ള സാഹചര്യം.
അതിനെക്കുറിച്ച് നമുക്ക് ഓർക്കണം. മോൾക്ക് ദൈവത്തിനായ നാളുകളിൽ ദൈവപ്രകാരം ജീവിച്ച് ശുശ്രൂഷകൾ പൂർത്തീകരിച്ച് സ്ഥലം മടങ്ങി വരികയും ചെയ്യുന്നതാണ് ഏറ്റവും ആവശ്യമാണ്. മുമ്പേ കടന്നുപോയ പാട്ടുകാർക്കാരാണ് കാണാറുള്ളത്. ലോകത്തിൽ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടേതായ സാഹചര്യങ്ങളൊക്കെ മുമ്പേ പോകുന്നതാണ് ഏറ്റവും ആവശ്യമാണ്. കൊടുക്കുന്ന ആളുകൾക്ക് ഇവിടേക്കാൾ പോകുന്നില്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് കഷ്ടമുള്ള ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത് സന്തോഷമാണ്. അവിധത്തിൽ കയറി വരാൻ കയറിപ്പോയി എല്ലാവരും ചെയ്യാൻ വേലകൾ എല്ലാം പൂർത്തീകരിച്ചു. സ്ഥലത്തേക്കാണ് സമാധാനത്തോടെ യാത്ര പറയാൻ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മുടെ നാം കരുതേണ്ടതായ ഒരു കാര്യം ഈ മരണം ഓർമ്മ. നാളെ ഈ ലോകത്തിൽ മാറ്റപ്പെടുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ മാറ്റപ്പെട്ടാലും പോകുന്നത് ശരീരത്തിലേക്കാണ്, വെളുപ്പിലേക്കാണ് ഓർമ്മ ജീവിതത്തിൽ ഒരുങ്ങിക്കൊണ്ട് ഓരോവൻ അങ്ങനെയുള്ള ബാധിക്കുന്ന എല്ലാവരും ആശ്വാസം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഈ ആയുസിൻ്റെ നാളുകൾക്കായി എന്നോടുള്ള ബന്ധത്തിൽ ജീവിച്ച് ആയുസിൻ്റെ നാളുകൾ എല്ലാവരെയും സഹായിക്കും. ബന്ധത്തിലും നമുക്ക് വിലയാകിത്താൽ ഈശ്വരയിലേക്ക് പ്രയാസങ്ങൾ ജീവിതത്തിൽ സ്നേഹത്തിനായും എല്ലാ ഭാഗങ്ങൾക്കായും യാത്ര വരുമ്പോൾ അവരെ സമാധാനത്തോടെ യാത്രകളെ സഹായിക്കാം. കുടുംബാംഗങ്ങളാണ് എല്ലാവരെയും അനുഗ്രഹിക്കുന്നത്. ദുഃഖം നിങ്ങളെ അനുഭവിക്കുന്നതാണ്. സമാധാനം നൽകുന്നത് നമ്മൾ ഓർക്കുന്നു. സമാധാനത്തോടെ ശുശ്രൂഷകളുടെ സാധ്യതയുണ്ടായി നേരങ്ങളെ ഉപയോഗിക്കണം. വളരെ അനുകൂലമാണ്. എല്ലാം നമ്മളകരമാക്കി നാരായണൻ പടിഞ്ഞാറ് പ്രാർത്ഥനയോഗത്തിൻ്റെ സജീവ അംഗമായിരുന്നു. നിർവഹിക്കുന്ന താമസം നാരായണൻ പടിഞ്ഞാറ് പ്രാർത്ഥനയോഗത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും ഇത്തരത്തിലുള്ള ആദരവും സ്നേഹവും സൂചിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോഗത്തിൻ്റെ വകയായി പിതാവിനും പുത്രനും പരിശുദ്ധനുമായിരിക്കും സ്തുതി. ആദ്യം മുതൽ തന്നെ ആമേൻ. സകല ആശ്വാസത്തിന്റെ ഉത്പത്തിസ്ഥാനവുമായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, നീ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും ഞങ്ങളോട് കൂടെ ഇരിക്കുകയും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമാകുന്നത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ദുഃഖവും വേദനയും പ്രയാസവും ഉണ്ടാകുമ്പോൾ നിന്റെ അടുത്ത് വരുവാൻ, നിന്റെ ഭാവിച്ചായി ആശ്വാസം കണ്ടെത്തുവാൻ നീ ഞങ്ങൾക്ക് അവസരം നൽകുന്നതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു. ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് നൽകിച്ച ദൈവമേ, ആ നിത്യമായ സമാധാനം, മാറ്റമില്ലാത്ത സമാധാനം ഞങ്ങളുടെ മേൽ അയച്ചു തരണമേ എന്ന് ഞങ്ങൾ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ വീടിന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ച അവസാനമായ ജീവിതത്തെ ഓർത്ത് ഞങ്ങളുടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ലോകത്തിൽ ജീവിച്ചിരിക്കുവാൻ പ്രയോജനമുള്ളവനായി പ്രവർത്തിപ്പാൻ നിങ്ങളുടെ ദാസന് അവസരം കൊടുത്തു. നിന്റെ മകനുടെ ഈ കുടുംബത്തിൽ ദേശത്തിൽ അനേകം കുഞ്ഞുങ്ങൾക്ക് ഞങ്ങളുടെ സഭയ്ക്ക് ലഭിച്ചതായിട്ട് നേതൃത്വത്തിനായിട്ട് കരുതലിനായിട്ട് ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ മകന്റെ വേർപാട് ഞങ്ങളുടെ ജീവിതത്തിൽ ദുഃഖമുണ്ടാക്കി
എങ്കിലും അവിടുന്ന് വീണ്ടും വരുന്ന നാളെ മകനെ കാണാമെന്ന് വലിയ പ്രത്യാശയെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ, ആ വലിയ പ്രത്യാശയോടെ നിങ്ങളോട് യാത്ര പറയുവാനുള്ള നിങ്ങൾക്ക് ഇടയാക്കി തീർക്കണമേ. മരണം ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനമല്ല കർത്താവേ, നിത്യതയ്ക്ക് അനുഭവമാണ് ഓർക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അവിടുന്ന് മരണത്തിന്റെ മേൽ ദൈവം ഉയർന്നെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പ്രത്യേക സമയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളിൽ ഇതിന്റെ പകരമായ ജീവിതം പങ്കുവച്ചതിന് മകളെ ഓർക്കുന്ന കർത്താവേ, മകളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെ രണ്ടുപേരെയും ഓർക്കുന്നു. അവരെ ആശ്വസിപ്പിക്കണമേ, ബലപ്പെടുത്തണമേ. സഹോദരങ്ങളെ ഓർക്കുന്നു. എല്ലാവരെയും ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശവസംസ്കാര ശുശ്രൂഷയുടെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. പ്രകൃതിയെ നിങ്ങൾക്ക് അനുകൂലമാക്കി തരണമേ. ഇനിയും വരുവാനുള്ളവരെ കൂട്ടിവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ കൊണ്ട് പരിശോധിപ്പാനത്തോടെ ഞങ്ങൾ ഇടയാക്കി തീർക്കണമേ. സകല ദിവ്യസമാധാനം ഞങ്ങൾ ഓരോരുത്തരും നയിക്കണമേ. യേശു മിശിഹായുടെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. മാരാമൺ YMCA വകയായിട്ടുള്ള റീത്ത് സമർപ്പിക്കാനായിട്ടാണ് YMCA അംഗങ്ങളെ ഞങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുന്നത്. അദ്ദേഹം YMCA ആരംഭം മുതൽ തന്നെ സജീവ പ്രവർത്തകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോടുള്ള നന്ദി സൂചകമായി ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അദ്ദേഹം ഒരു നല്ല മനുഷ്യ സ്നേഹിയായിരുന്നു, ഒരു നല്ല സംഘാടകനായിരുന്നു. ആരംഭം മുതൽ തന്നെ അദ്ദേഹം ഇതിന് YMCAയ്ക്ക് വേണ്ടി വളരെയധികം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം MA പാസ്സായ ശേഷം പല സ്കൂളുകളിലും പ്രവർത്തിച്ചു. അതിനുശേഷം ഈ മാരാമൺ താമസമാക്കി. അതിന് മുമ്പ് തന്നെ ഇവിടെ ആയിരുന്നു താമസം. എങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും വളരെയധികം നന്നായിരുന്നു. അദ്ദേഹത്തെ അറിയാത്തവരായിട്ട് ആരെങ്കിലും ഈ ദേശത്തുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ആര് വന്ന് എന്തു പറഞ്ഞാലും അവരുടെ കൂടെ പോവുകയും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹം നമ്മളോട് ഇപ്പോൾ വിട വാങ്ങിയിരിക്കുകയാണ്. നമുക്ക് അദ്ദേഹത്തോടുള്ള നന്ദി സൂചകമായി ഇപ്പോൾ YMCAയുടെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട തങ്കച്ചൻ സാറ് റീത്ത് സമർപ്പിക്കുന്നതായി. സ്നേഹം നിറഞ്ഞേശു ചൊല്ലിയിട്ടുണ്ട്. സ്വലോക നാട്ടുകാർക്കിക്ഷീതിയിൽ പല കഷ്ട സങ്കടങ്ങൾ വന്നിടുന്നു. കർത്താവേ, നീ എൻ്റെ സങ്കേതമാകയാൽ ഉള്ളിൽ മനക്ലേശം ദേശമില്ല. വിശ്വാസ
കൈകളാൽ തീർക്കാത്ത മോക്ഷവീട്ടിൽ വേഗമായി തങ്ങു ചെന്നു ചേരും. ഉണ്ടെനിക്കായൊരു മോക്ഷവീട്, ഇന്ദ്രലകുന്നു ഞാൻ വാഴുമെന്ന്. കർത്തനേശു തന്റെ പൊൻകരത്താൽ ചേർത്തിടുമായതിലെന്നെയങ്ങ്. ഒട്ടുനാൾ കണ്ണുനീർ പെട്ടതെല്ലാം പെട്ടെന്നു നീങ്ങിടുമേ ദിട്ടമായി. ഉണ്ടെനിക്കായൊരു മോക്ഷവീട്, ഇന്ദ്രലകുന്നു ഞാൻ വാഴുമെന്ന്. പോകാനെനിക്കെന്റെ രക്ഷകന്റെ രാജ്യമതിനുള്ളിൽ വാസം ചെയ്യാം. രോഗം ദുഃഖം പീഡയൊന്നുമില്ല, ദാഹം വിശപ്പ് വന്നൊട്ടുമില്ല. ഉണ്ടെനിക്കായൊരു മോക്ഷവീട്, ഇന്ദ്രലകുന്നു ഞാൻ വാഴുമെന്ന്. ഈ വിധമായുള്ള വീട്ടിനുള്ളിൽ പാർക്കുവാനെന്നുള്ളം വാഞ്ചിക്കുന്നു. എന്നു ഞാൻ ചെന്നു ചേരുമതിൽ പിന്നിടലിക്കാപത്തൊന്നുമില്ല. ഉണ്ടെനിക്കായൊരു മോക്ഷവീട്, ഇന്ദ്രലകുന്നു ഞാൻ വാഴുമെന്ന്. നൊടിനേരത്തേക്കുള്ള ലഘുസങ്കടം അനവധി തേജസ്സിൻ ഭാര്യം തന്നെ. കണ്ണിനു കാണുന്നതൊന്നുമില്ല, കാണപ്പെടാത്തൊരു ഭാഗ്യം തന്നെ. ഉദ്ഘാടകരായ കുടുംബാംഗങ്ങളെ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുമേ, ബാബു സാറിന്റെ നിര്യാണത്തിൽ, പെട്ടെന്നുള്ള നിര്യാണത്തിൽ MMHS മാരാമണിന്റെ എല്ലാവിധമായ അനുശോചനവും രേഖപ്പെടുത്തുന്നു. ബാബു സാറിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ മരണം ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു ആഘാതം ഏൽപ്പിക്കുന്നതായിരുന്നു. സാർ സ്കൂളിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും സാറിന്റെ ശ്രദ്ധയുണ്ടായിരുന്നു. ഇന്ന് സ്കൂൾ ആയിരിക്കുന്ന പോലെ ആയിരിക്കാനും ഇന്നുള്ളതുപോലെ ആയിത്തീരുവാനും സാറിന്റെ പരിശ്രമം, പുറമേ നിന്നുള്ള പരിശ്രമം വളരെ സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഓരോരുത്തരുടെയും പഠനത്തിലും ഉയർച്ചയിലും മറ്റുള്ളവരുടെ നന്മയിലും ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു അധ്യാപകനായിരുന്നു ബാബു സാർ. എല്ലാവരും പഠിച്ച് അവരവരിയ്ക്കുന്ന സ്ഥാനങ്ങളിലേക്കാൾ ഉയർന്ന സ്ഥാനത്ത് എത്തണമെന്ന് സാറിന് വളരെ നിർബന്ധമുണ്ടായിരുന്നു. എന്ന് ഓരോരുത്തരെയും കാണുമ്പോഴും സാർ പറയും, നിങ്ങൾ ഡിഗ്രി എഴുതിയെടുക്കണം, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണം, BEd ചെയ്യണം, ഇങ്ങനെല്ലാം പറഞ്ഞ് ഞങ്ങളെ ഓരോരുത്തരെയും പ്രോത്സാഹിപ്പിച്ച ഒരു മാന്യ ദേഹമാണ് അദ്ദേഹം. സാറിന്റെ ദുഃഖം, സാറിന്റെ മരണം ഞങ്ങൾക്ക് ഏവർക്കും എന്നും ദുഃഖകരമാണ്. ഇവിടെ കൂടിയിരിക്കുന്ന മാരാമൺ സ്കൂളിന്റെ എല്ലാ അധ്യാപകരുടെയും എല്ലാ നോൺ ടീച്ചിങ് സ്റ്റാഫിന്റെയും പേരുള്ള ദുഃഖം അറിയിക്കുന്നു. ജനിച്ചാൽ മരണമുണ്ട്, ഏത് നിമിഷവും നമുക്കറിയില്ല. നമുക്കും അതിനായിട്ട് നോക്കി പാർക്കുവാൻ സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് ഓരോ നിമിഷവും ജീവിക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ദൈവം ഈ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് രായമ സാറിനും ബൈജുവിനും ജോയിക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടതായ സമാധാനവും ശാന്തിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാറിന്റെ വിയോഗത്തിൽ എല്ലാവിധമായ ദുഃഖങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.
ദൈവം നമ്മുടെ സ്കൂളിന്റെ വകയായിട്ടുള്ള തീർത്ഥം പ്രോത്സാഹിപ്പിക്കുന്നു. ഒരു യാഥാർത്ഥ്യമാകുന്നല്ലോ മരണം. അതിൽ നമ്മൾ ദുഃഖിക്കുന്നു. എന്നാൽ നിത്യമായ ഒരു സന്തോഷമുണ്ടെന്നുള്ള ബൈബിൾ വചനം നമ്മെ പലപ്പോഴും ആശ്വസിപ്പിക്കുന്നു. ബാബു സാറിന്റെ നിര്യാണത്തില് AMPTI സ്കൂളിന്റെ പേരില് വിശോചനം ഈ സമയം അറിയിക്കുന്നു. സാറിനെ സംബന്ധിച്ചിടത്തോളം സ്കൂളിന്റെ ഒരു ഭാഗമായിരുന്നു സാർ എന്ന് പറയുന്നത് വളരെയധികം സന്തോഷമുണ്ട്. രാജമ്മ സാറോട് പഠിപ്പിച്ച കാലഘട്ടത്തില് ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ടൈം ടേബിൾ പോലും എഴുതണ്ട, എല്ലാം സാറിനെ ക്രമീകരിക്കും. അതുപോലെ തന്നെ ഡിവിഷൻ പോകുമ്പോൾ ഒക്കെ സാറിന്റെ ഒരു ക്രമീകരണമാണ് സ്കൂളിന്റെ വിജയം. സാർ സ്കൂളിന് വേണ്ടി അധികമായിട്ട് പരിശ്രമിച്ചു, സ്കൂളിനെ അധികമായിട്ട് സ്നേഹിച്ചു. രാജമ്മ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം സ്കൂളിന്റെ ഒരു നല്ല ഭാഗം ടീച്ചറാണ് വഹിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് 1-2 വർഷത്തെ അന്നത്തെ പരിചയമുണ്ട്. അപ്പോഴൊക്കെ ടീച്ചറുടെ പ്രവർത്തനം വളരെ സ്കൂളിന് പ്രയോജനം ചെയ്ത ഒരു വലിയ പ്രവർത്തനമായിരുന്നു. സാറ് വീട്ടിൽ നിന്ന് വില നൽകിക്കൊണ്ട് പല കാര്യങ്ങളും സ്കൂളിൽ ചെയ്തിരുന്നു. സ്കൂളിന്റെ നിലനിൽപ്പിന് വേണ്ടി അക്ഷീണം പരിശ്രമിച്ചു. ഇതൊക്കെയും ഓർത്ത് നമുക്ക് ആ പാത പിന്തുടരാം. വിഷമിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകൾ നൽകി. ഓരോ നിമിഷവും ഒരുപാട് പേർ ഈ ലോകം വിട്ടുപോകും. പക്ഷെ മരണം തൊട്ടടുത്തുണ്ട് എന്നതിനെ നോക്കാതെ മറ്റുള്ളവർ മുന്നോട്ട് ലോകത്തെ നയിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും സംസാരിക്കാത്തവരുടെ ലോകത്തിലേക്ക് യാത്രയാകുന്നു എന്നാണ് നമ്മുടെ സങ്കല്പം. പക്ഷെ ഓരോ മരണവും നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നത് ജീവിച്ചിരിക്കുന്നവരോടാണ്. ജീവിതത്തിന്റെ അർത്ഥം എന്താണ് എന്ന് നമ്മൾ പഠിക്കുന്നത്. സമയമാകുന്നതിന് എവിടെയോ കടന്നു വന്ന് വഴിയാത്രക്കാരെ പോലെ യാത്ര ചെയ്ത് ഏതോ ഒരു സ്ഥാനത്ത് ഇറങ്ങി പോകുന്നവരാണ്. അത് മുമ്പേ വന്നവരെന്നോ ഇന്ത്യയിൽ വന്നവരെന്നോ അനുഭവമുണ്ട്. ജീവിതത്തിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നതിന് ജീവിതകാലത്ത് മനസ്സിലാക്കുന്നതാണ് മരണത്തിന്റെ നിസ്സാരതയാണ് മനസ്സിലാക്കുന്നത്. പൗരത്വത്തോടുള്ള ഭാഷയിൽ പറഞ്ഞാൽ ജീവിച്ചത് കർത്താവിനാണ്, മരിക്കുന്നത് ലാഭമാണ്. ഓരോ മരണവും മനുഷ്യന്റെ ലാഭമാണ് എന്നാണ് അറിയുന്നത്. അതിന്റെ ആളുകൾ വിട്ടൊഴിയുന്ന നാടിന്റെ ജീവിതത്തിലേക്ക് നല്ല അവസരത്തിലേക്ക് കടന്നു വരുന്ന ഒരു മുഹൂർത്തമായിട്ടാണ് മരണം നമുക്ക് ആശ്വാസമായി തീർച്ചയായും നമുക്കെല്ലാം നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മോടൊപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്. എങ്കിലും സ്വർഗത്തിന്റെ ഇഷ്ടമാണല്ലോ നടക്കേണ്ടത്. ആശ്വസിപ്പിക്കാൻ വലിയ
പ്രിയപ്പെട്ട ഇറങ്ങിയും കടക്കുകയും പല ഘട്ടങ്ങളിലും ജീവിതമായിരുന്നു. തീർച്ചയായും അദ്ദേഹത്തിന്റെ വേർപാട് എല്ലാവർക്കും സങ്കടമുണ്ട്. സങ്കടപ്പെടരുത് എന്ന് പറയുവാൻ മനുഷ്യരെന്ന നിലയ്ക്ക് കർത്തവ്യമില്ലെങ്കിലും ഈ ജീവിതത്തിന്റെ വേർപാടിനെ എല്ലാം ചെയ്യുക പുതിയ ലോകത്തിൽ എല്ലാവരും കണ്ടുകൊണ്ടും വിശ്വാസം നിലനിൽക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ അനുശ്വാസത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട ബാബുസാറിന്റെ നിര്യാണത്തിൽ ദുഃഖാന്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ഇവിടെ കൂടിയിരിക്കുന്ന ഏവരും, ബാബുസാറിന്റെ നിര്യാണത്തിൽ ഞങ്ങൾക്കെല്ലാം അധികമായ ദുഃഖമുണ്ട്. എനിക്ക് ബാബുസാറുമായിട്ട് വള്ളക്കാലത്തെ പരിചയമുണ്ട്. ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട്. ആറന്മുള സ്കൂളിൽ ഞങ്ങൾ ഒരുമിച്ച് കുറെ കാലം വർക്ക് ചെയ്തു. പിന്നീട് ആലാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തു. അങ്ങനെ വളരെ വർഷങ്ങളായിട്ട് പുള്ളിയുമായി ബഹുമാനപ്പെട്ട ബാബുസാറുമായിട്ട് അടുത്തിടപെടുന്നതിനും സൗഹാർദ്ദം പങ്കുവെക്കുന്നതിനും സുഖദുഃഖങ്ങൾ പങ്കുവെക്കുന്നതിനും സാധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന 2 സ്കൂളിനെ പ്രതിനിധീകരിച്ചാണ്. ഗവൺമെന്റ് HSS ആറന്മുള, ഗവൺമെന്റ് HSS ആല, ഈ 2 സ്കൂളിലെ റിട്ടയർഡ് അധ്യാപകർ പലരും വന്നിട്ടുണ്ട്. ആ 2 ഗ്രൂപ്പ് ടീച്ചേഴ്സിന്റെയും കെയർ ഓഫിലാണ് ഞാൻ ഈ അഭിസ്വാഗതം അറിയിക്കുന്നത്. ബഹുമാനപ്പെട്ട ബാബു സാറ് ഒരു നല്ല സുഹൃത്തായിരുന്നു, നല്ല ഒരു സഹപ്രവർത്തകനായിരുന്നു. നേരത്തെ പലരും സൂചിപ്പിച്ച പോലെ സ്കൂളിലെ എല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവായിട്ട്, വളരെ തന്മയത്തോടുകൂടി, വളരെ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ച ഒരു മാതൃകാ അധ്യാപകനായിരുന്നു ബഹുമാനപ്പെട്ട ബാബു സാർ. കുട്ടികൾക്കൊരു മാതൃകാ അധ്യാപകൻ മാത്രമായിരുന്നില്ല, ഒരു ഉത്തമ സുഹൃത്തു കൂടിയായിരുന്നു. കുട്ടികളുടെ സുഹൃത്തുക്കൾ പങ്കുവെക്കുന്നതിനും അവരെ നേരായ പാതയിൽ നടത്തുന്നതിനും അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്നതിനും ബഹുമാനപ്പെട്ട ബാബു സാർ എപ്പോഴും മുൻപന്തിരുന്നായിരുന്നു. അതുപോലെ സഹപ്രവർത്തകർക്ക് ഒരു ആത്മാർത്ഥ സുഹൃത്തായിരുന്നു. അവരുടെ സുഹൃത്തുക്കളിൽ എപ്പോഴും പങ്കുചേരുന്നതിന്, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന്, കുടുംബപരമായിട്ടുള്ളതാണെങ്കിലും വ്യക്തിപരമായിട്ടുള്ളതാണെങ്കിലും ഔദ്യോഗികമായിട്ടുള്ളതാണെങ്കിലും പല സഹായങ്ങളും ചെയ്യുന്നതിന് എന്നാൽ കഴിയുന്നത്ര അദ്ദേഹം ശ്രമിച്ചിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു കുടുംബ സുഹൃത്തായിരുന്നു. എൻ്റെ വീട്ടിൽ എന്തെല്ലാം പരിപാടികളുണ്ടല്ലോ അതിലെല്ലാം അദ്ദേഹം വന്ന് സംബന്ധിക്കുമായിരുന്നു. വീട്ടിലെ എല്ലാ അംഗങ്ങളുമായിട്ടും വളരെയധികം സ്നേഹബന്ധം പുലർത്തിയിരുന്ന ഒരു ബഹുമാനപ്പെട്ട ആളായിരുന്നു ബഹുമാനപ്പെട്ട ബാബു സാർ. ഈ ബാബു സാറിന്റെ നിര്യാണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യകരമായ അവസ്ഥയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം തൽക്കാലം വിഷമമുണ്ടാവും, പ്രയാസമുണ്ടാകും. എങ്കിലും ബാബു സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രമോഷൻ എന്ന രീതിയിൽ നമുക്ക് കണക്കാക്കാവുന്നതാണ്. അദ്ദേഹത്തിന്റെ ഈ ലോകത്തെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ കണ്ടെടുത്ത് തീർച്ചയായും ഭാഗ്യകരമായ അവസ്ഥ അദ്ദേഹത്തിന് ലഭിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ ഈ 2 സ്കൂളിലെയും അധ്യാപകർ, പ്രത്യേകിച്ച് റിട്ടയർഡ് അധ്യാപകരുടെ നാമത്തിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഞങ്ങളുടെ അനുശോചനം കുടുംബാംഗങ്ങളെല്ലാം അറിയിക്കുന്നു. അവർക്ക് സർവശക്തനായ ദൈവം വഴിയും കാട്ടിയും വെളിച്ചമായിരിക്കട്ടെ. അദ്ദേഹത്തിന്റെ കുറവ് സർവശക്തനായ ദൈവം തന്നെ നികത്തട്ടെ. എല്ലാവിധമായ മംഗളങ്ങളും ആശംസിക്കുന്നു എന്ന് വാഗ്ദാനം. നൽകട്ടെ മുത്തും
എപ്പോഴും എന്നെ സ്നേഹിക്കുകയും എന്നെ കരുതുകയും ചെയ്തൊരു വ്യക്തിയാണ്. ഞാൻ ചിറ്റാർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ പാസ്സായിരുന്നു. പ്രിയപ്പെട്ട ബാബു ഒരു 37 കൊല്ലം മുൻപ് അവിടെ അധ്യാപകനായിരുന്നു. ഒരു 3000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളായിരുന്നു. 10-90 അധ്യാപകന്മാരായ സ്കൂളിൽ 3 വണ്ടി കയറിയാണ് അവിടെ വരുന്നത്. വളരെ കൃത്യനിഷ്ഠനായിരുന്ന ഞാൻ ബാബു അമ്മാച്ചനെന്നുള്ള നിലയിൽ യാതൊരു ഉത്സാഹദ്രവ്യവും എടുത്തിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകം സ്മരണീയമാണ്. ഇത്രയും ദൂരം താണ്ടി അവിടെ വരുമ്പോൾ പഠിപ്പിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ചിട്ട. ഞാൻ ഇവിടെ വായിക്കാൻ പോകുന്ന 2-3 വേദവാക്യങ്ങൾ നിർത്തുന്നതിന് മുമ്പ് ജ്ഞാനാദിയും ശാശ്വതമായും ദൈവമാകും. സങ്കീർത്തനം 90. അപ്പോൾ വേറെ ഒരു വാക്യം എഴുതിയിരിക്കുന്നത്, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ്റെ സന്നദ്ധി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും. സങ്കീർത്തനം 112:1-3. 2 വാക്യം നമ്മളോട് വായിക്കാം. ദൈവം ചെയ്യുന്നു, എന്നെ പകയ്ക്കുന്നവർ പിതാക്കന്മാരുടെ അകത്ത് 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെയും മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. പുറപ്പാട് 20:5. ഒരു വാക്യം, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ സ്വഭാവത്തെ ഈ വാക്യങ്ങളെ ആ പുസ്തകത്തിൽ ദൈവവചന സത്യങ്ങൾ എന്ന ശീർഷകത്തിൽ എഴുതിയിട്ടില്ല. ഈ വാക്യങ്ങളെ ബാബുവിൻ്റെ ജീവിത ലക്ഷ്യം നിശ്ചയമായിട്ടും വെളിവാക്കും. ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കാര്യങ്ങളിൽ ചരിക്കുന്നവർക്ക് നിശ്ചയമായിട്ടും തലമുറയായിട്ട് അവരെ ദൈവം അനുഗ്രഹിക്കുമെന്നുള്ള കാര്യം നിശ്ചയമായിട്ടും ബാബു വിശ്വസിച്ച് അതാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിച്ചു. ബാബുവിൻ്റെ പൂർവികന്മാർ ഭാഗത്തും പിതാവിൻ്റെ ഭാഗത്തും ദൈവത്തെ അറിഞ്ഞ് ജീവിച്ച ആളുകളാണ്. ആഗ്രഹിച്ചു എന്നുള്ള കാര്യത്തിൽ വളരെ സ്പഷ്ടമായിട്ടുള്ള കാര്യമാണ്. ആ സമയത്ത് ചെറുപ്പത്തിൻ്റെ വിശേഷങ്ങളൊന്നും അദ്ദേഹത്തിനില്ല. കുട്ടികളെ വളരെ നേർവഴിക്ക് നടത്തുന്നതിനുള്ള അകൈതവുമായിട്ടുള്ള വാസന ബാബുവിനുണ്ടായിരുന്നു. ബാബു നിശ്ചയമായിട്ടും ദൈവത്തിൽ വിശ്വസിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ സമർപ്പിച്ച് ജീവിച്ച ഒരു വന്ധ്യദേഹമാണ്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ ഞാൻ ബാബുവിനെ കണ്ട് 17 വയസ്സ് കൂടുതലുണ്ട്. ഞാൻ മരിക്കുന്നതായിട്ടുള്ള സ്ഥലത്ത് ബാബു നിശ്ചയമായിട്ടും എന്നെ പറഞ്ഞായിട്ടും ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രധാനപ്പെട്ട ബാബുവിൻ്റെ നിര്യാണത്തിൽ എനിക്ക് അതീവ ദുഃഖമുണ്ട്. ആ കാര്യത്തിൽ തീർത്ഥാർത്ഥയില്ലാത്ത ദുഃഖമാണ്. ആ ദുഃഖത്തിൽ ഞാനും ബാബുവിൻ്റെ കുടുംബത്തോടു കൂടി ചേർന്ന് ദൈവം ബാബുവിൻ്റെ കുടുംബത്തെയും വിഷമനുഭവിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരെയും ആശ്വസിപ്പിച്ചിട്ട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും ബാബു എൻ്റെ കുടുംബത്തിനും എന്നോടും ചെയ്ത എല്ലാവിധമായിട്ടുള്ള നന്മയോടും സ്നേഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ടും എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അമേരിക്കയിലെ ഹ്യൂസ്റ്റൺ ട്രിനിറ്റി മാർത്തോമ ഇടവക അംഗം എന്നുള്ള നിലയിലത്രേ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. വേർപാടിൻ്റെ ദുഃഖമനുഭവിക്കുന്ന ഈ ഭവനത്തിലുള്ള കുടുംബാംഗങ്ങൾക്ക് അനുശോചനം അറിയിക്കുവാനുള്ള ഒരു കടമ കൂടി ഞാൻ ഈ സമയത്ത് എടുക്കുകയത്രേ. ഇന്നലെ വിവരം അറിഞ്ഞ സമയത്ത് ഇന്ന് രാവിലെ ഇവിടെ വരുവാനുള്ള ഒരുക്കങ്ങൾ നടത്തിയപ്പോൾ ട്രിനിറ്റി മാർത്തോമ ഇടവകയുടെ വികാരി റവറൻ സക്രിയ ജോൺ രാവിലെ വിളിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, ഹ്യൂസ്റ്റണിലെ ട്രിനിറ്റി പള്ളിയുടെ പേരിലുള്ള അനുശോചനം കുടുംബാംഗങ്ങളെ മുഴുവനായി അറിയിക്കുന്നതിന് എന്നെ ചുമതലപ്പെടുത്തി.
ആ ചുമതല കൂടി ഞാൻ എടുക്കുകയാണ്. ഇടവകയുടെ കമ്മിറ്റി മെമ്പർ എന്നുള്ള നിലയിൽ ആ കർമ്മം ഞാൻ നിർവഹിക്കുകയാണ്. സജീവമായ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അതുകൊണ്ട് ആ ഇടവകയ്ക്ക് ഈ കുടുംബത്തോട് കടപ്പാടും നന്ദിയും ഒക്കെയുണ്ട്. ഇടവകയുടെ പ്രാരംഭ കാലം മുതൽ അതിൻ്റെ ഇടവക ഗായക സംഘത്തെ നയിക്കുകയും ഇടവക മിഷൻ സേവികാ സംഘം അങ്ങനെയുള്ള എല്ലാ സംഘടനകളും സജീവമായി നിൽക്കുകയും ചെയ്യുന്ന രായച്ചാൻ്റെ കുടുംബത്തോട് എങ്ങനെ ഞങ്ങൾക്ക് ദുഃഖം പ്രകടിപ്പിക്കണമെന്നറിയില്ല. എങ്കിലും ഈ ദുഃഖ സമയത്ത് കുടുംബത്തിന് ദൈവം തമ്പുരാൻ ശക്തിയും ബലവും ധൈര്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുശോചനം അറിയിക്കുകയും ചെയ്യും. ഈ കുടുംബത്തോട് ബന്ധപ്പെട്ടുള്ള എല്ലാവരും ഇവിടെയുണ്ട്. ഒരിക്കൽ നാം ഒക്കെയും ഒരു സ്ഥലത്ത് കാണുമെന്നുള്ള വലിയൊരു പ്രത്യാശ. ഇതൊരു യാത്രയിലാണ്. ആ യാത്രയുടെ മധ്യത്തിലുള്ള ഒരു താൽക്കാലിക യാത്രയുടെ ഭാഗമായി നമ്മുടെ ഈ ലോകത്തിൽ ഇപ്പോൾ ജീവിക്കുകയാണ്. മനുഷ്യന് മരണം സുനിശ്ചിതമാണ്. ആ സുനിശ്ചിതമായ മരണം എപ്പോഴാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. എന്നാൽ കഴിഞ്ഞ 69 വർഷക്കാലം ഇവിടെ ആയിരിക്കാൻ ദൈവം തമ്പുരാൻ ആയുസ്സും ആരോഗ്യമൊക്കെ അച്ചായന് നൽകി, മക്കളെയും കൊച്ചുമക്കളെയൊക്കെ നൽകി. എന്നാൽ ഈ അച്ചായനെയും എല്ലാവരും കാണുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും സുനിശ്ചിതമായ മരണത്തിന് ശേഷമുള്ള ഒരു നിത്യതയുണ്ട്. ആ നിത്യതയിൽ കർത്താവ് നമുക്ക് ഒരുക്കിയിട്ടുള്ളതായിട്ടുള്ള ആ ഭവനമല്ല, കർത്താവ് ഒരുക്കിയിട്ടുള്ള ഭവനത്തിൽ ഒരുമിച്ച് കാണാമെന്നുള്ള ഒരു വലിയ പ്രത്യാശ ഉണ്ടായിരിക്കണം. മാനുഷികമായ ദുഃഖം പറഞ്ഞു തരുവാൻ മാനുഷികമായ വാക്കുകൾക്ക് ഉപരിയായി കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യ ഭവനത്തിന്റെ അംഗങ്ങളായി നമുക്ക് ഒരുമിച്ച് കാണാമെന്നുള്ള വലിയ പ്രത്യാശയിൽ എല്ലാവരും ആകുവാനും ഈ ദുഃഖത്തിന്റെ മധ്യത്തിൽ വലിയ പ്രത്യാശ നൽകുന്ന യേശു ക്രിസ്തുവിൽ ബലവും ധൈര്യവുമുള്ളവരായി നിൽപ്പാനും ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹ്യൂസ്റ്റൺ ട്രിനിറ്റി മാർത്തോമാ ഇടവകയുടെ എല്ലാവിധമായ ദുഃഖ ആദരാഞ്ജലികളും അനുശോചനവും ഈ സമയത്ത് അറിയിക്കുകയും ദുഃഖാർത്ഥരായിരിക്കുന്ന രായച്ചാനും കുടുംബാംഗങ്ങളും മറ്റുള്ള കുടുംബാംഗങ്ങൾക്കും ദൈവം തമ്പുരാൻ ശക്തിയും ധൈര്യവും ബലവും നൽകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സംഗീതം എൻ ബലമാകുന്നു, താൻ ജീവന്റെ കിരീടം എനിക്കു തരുന്നു, തൻ മുഖത്തിൻ പ്രകാശം നല്ലൊരവകാശം എന്തേതു നിശ്ചയം. എൻ